ഹലോ. അപ്പോൾ ഈ വൈകുന്നേരമല്ല, ഒരു ശ്രീസന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോവാം. ഇഷ്ടം ഈ 2025 തുടങ്ങിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ KPC വഴിയാണ് പോകുന്നത്. KPC എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അങ്ങനെ KPC ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കൃഷ്ണപുരത്ത് ചെന്നെത്തുമ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ഈ കൊച്ചു വായനശാല. അങ്ങനെ 2025 ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എല്ലാവരും എടുത്തായിരുന്നല്ലോ അല്ലേ. എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതല്ലാതെ ഒരുപാട് റെസൊല്യൂഷൻ എടുത്തായിരുന്നു, പക്ഷെ അതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇതെൻ്റെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. 2025 മുതൽ ഇതിപ്പോൾ അവസാനിക്കാറായല്ലോ. അപ്പോൾ ഈ ലാസ്റ്റ് ബാച്ച് ബുക്ക് എടുത്തത് ഞാൻ വായിച്ച് തീർന്നിട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ട് അടുത്ത് എടുക്കാനായിട്ട് വന്നേ കേട്ടോ. പിന്നെ ഈ വായനശാലയുടെ ഒരു കുഴപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ബുക്ക് കണ്ടെത്താൻ ഭയങ്കര പാടാട്ടോ. ഫുൾ ഇങ്ങനെ എന്താ പറയുക, മിക്സായിട്ട് കിടക്കും, അങ്ങനെ വേണം പറയാൻ. അപ്പം നല്ല നല്ല ബുക്കുകളൊക്കെ കണ്ടെത്താൻ ഭയങ്കര പാടാണ്. പിന്നെ ഞാൻ ബുക്ക് എടുക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പഴയ ഫേമസ് ആയിട്ടുള്ള ബുക്സൊക്കെ വായിച്ച് തീർന്നതിന് ശേഷം പുതിയതിലേക്ക് കൈവെക്കാമെന്നുള്ളൊരു ചിന്താഗതിയാട്ടോ. അപ്പോൾ പുതിയ ബുക്ക് കണ്ടാലും ഞാനങ്ങനെ എടുക്കാറില്ല. പഴയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് വായിച്ചു തീർക്കാനുള്ളൊരു സമയമൊന്നും എനിക്കിപ്പോൾ ഇല്ല. ഞാൻ വളരെ ടൈം എടുത്താണ് ഒരു ബുക്ക് വായിച്ച് തീർക്കുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കൊക്കെയാണ് ഒറ്റയടിക്ക് കുത്തിയിരുന്ന് വായിച്ച് തീർക്കും കേട്ടോ. അല്ലാത്തത് ഞാൻ വളരെ ടൈം എടുത്താണ് വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ 2025 കൊണ്ട് ഒരുപാട് ബുക്ക് വായിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് തപ്പി ഈ ആരാച്ചാര് കിട്ടി കേട്ടോ. ഇത് അത്യാവശ്യം എല്ലാവരും വായിച്ച് കാണും, എന്നാൽ ഞാൻ വായിച്ചിട്ടില്ല. KR മീരയുടെ പക്ഷെ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇതാണ് ഞാൻ എടുത്ത ഒരു ബുക്ക്. അതിനുശേഷം ഞാൻ മലയാറ്റൂരിൻ്റെ ഒരു ബുക്കും കൂടെ എടുത്തു കേട്ടോ. ഇത് ഞാൻ തപ്പി കണ്ടുപിടിച്ചേ, വേറെ ഒന്നുമല്ല. ഞാൻ ലാസ്റ്റ് വായിച്ചത് മലയാറ്റൂരിൻ്റെ പൊന്നി, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേരുകളെന്ന് പറഞ്ഞ ബുക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി എടുത്ത് ഷെയർ ചെയ്തപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അതുപോലെ അടിപൊളി ബുക്കാണ് യന്ത്രം, നീ അതുകൂടെ എടുക്കാൻ പറഞ്ഞു. പിന്നെ ചെറുകാടിൻ്റെ ഒരു മരുമകൾ എന്ന് പറഞ്ഞൊരു ബുക്ക് കണ്ടു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ അതും എടുത്തേ. അങ്ങനെ ഇത്തവണത്തെ എൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പോവാം കേട്ടോ. ഇനി അടുത്ത ദിവസം ലൈബ്രറി വരുമ്പോൾ കാണാമേ.